ഹായ് കൂട്ടുകാരെ, പുതിയ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉരുളം തണ്ണി ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും നിശബ്ദമായ സുന്ദരമായ ഒരിടം. ഉച്ചയ്ക്ക് 12:30 സമയമായെങ്കിലും സൂര്യപ്രകാശം ഒട്ടും തന്നെ താഴേക്ക് വീഴുന്നില്ല. അത്രയും നിബിഡമായ വനമാണിത്. നമ്മളിപ്പോൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്ന താമസ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾക്ക് താമസ സ്ഥലം അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് ഷാമോൻ ചേട്ടനാണ്. ഷാമോൻ ചേട്ടൻ നമുക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു ചേട്ടനാണ്. ഷാമോൻ ചേട്ടനാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും മറ്റും നമ്മൾക്ക് പറഞ്ഞു തന്നത്. നമ്മളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്ന സ്ഥലം ക്നാച്ചേരി ശ്രീ ദുർഗ ദേവി ക്ഷേത്രത്തിനടുത്താണ്. അതിന് പിന്നിലായിട്ടാണ് നമ്മളുടെ താമസ സ്ഥലം ഉള്ളത്. നമ്മൾ താമസിക്കുന്ന സ്ഥലവും വനത്താൽ ചുറ്റപ്പെട്ടൊരിടമാണ്. അതുകൊണ്ട് തന്നെ സദാസമയവും ആനയും മറ്റ് വന്യജീവികളും ഉണ്ടാവുമെന്ന് നമുക്ക് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങേണ്ട സമയവും മറ്റുമൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പെരുമാറും. കാരണം ഒരു വനപ്രദേശത്ത് വന്നാൽ, നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നവർ അവിടെയുള്ള ആളുകളുമായി സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാനായിട്ട്. സാധനം മാറിപ്പോയി. മൂഡ് മാറിയല്ലേ മച്ചാനെ? മൂഡ് ചേഞ്ച് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ റേഞ്ച് ഇല്ലാതാകുമ്പോഴാണ് ഉത്സവം കാണിക്കാതിരുന്ന ഞങ്ങളുടെ പയ്യൻ അതാ ഷാമോൻ ചേട്ടനെ നോക്കിയിരിപ്പായി. ഷാമോൻ ചേട്ടനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്താതെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. സൂപ്പർ അല്ലേ? അവിടെ നിങ്ങളൊരു വണ്ടി വന്ന് എന്ത് ചെയ്യും? ഷാമോൻ ചേട്ടൻ ഇതുപോലത്തെ റോഡാ. ഞാൻ പറയില്ലേ ഈ രണ്ട് ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറങ്ങി വരാൻ ഞങ്ങൾ നോക്കുമ്പോൾ അമ്പരചുംബികളായ പടുവൃക്ഷങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അതിന്റെ ഇടയിൽ അവിടെ ഒരു വീട്, പിന്നെ ഈ യാത്ര അതിസുന്ദരമായ ഒരു കെട്ടിടത്തിലേക്കാണ്. അമ്പരചുംബികളായ ആ വെയിലത്ത് നിങ്ങൾ മാറിയപ്പോ സുഖമില്ല. പണ്ടേ അത്ര വെയിലത്ത് ഇതാണ് നമ്മൾ. അങ്ങനെ നമ്മൾ താമസ സ്ഥലത്തേക്ക് എത്തി. പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്താണ് ഈ ആംബിയൻസ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മലയിടുക്കിലാണ്. ചുറ്റും കാടും കമ്പി വൈദ്യുതി വേലിയും ഒക്കെ ഉണ്ട്. പിന്നെ ഷാമോൻ ചേട്ടൻ എന്തായാലും തിരിച്ചു പോകും. ഷാമോൻ ചേട്ടൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയ ശേഷം അദ്ദേഹം പോകും. നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു മണി സമയമായി. ഭക്ഷണം കഴിക്കണം, വൈകുന്നേരത്തേക്ക് വേണ്ടിയുള്ള ഫുഡ് പാകം ചെയ്യണം. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ. കുട്ടമ്പുഴ ടൗണിൽ നിന്ന് വാങ്ങിയ ചിക്കൻ പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഷിബുക്കുട്ടനുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈവനിങ്ങിൽ ഒരു ജീപ്പ് റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഊണ് കഴിക്കും. ഊണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കേരക്കറിയും ചോറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കഴിച്ച ശേഷം ഒരു 3:30 ആകുമ്പോഴത്തേക്കും നമ്മളുടെ ജീപ്പ് എത്തും. നമ്മളിവിടെ നിന്ന് നേരെ മാമലക്കണ്ടം, പിന്നീട് എങ്ങോട്ടാണ് അവർ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയില്ല. നമ്മളെന്തായാലും എങ്ങോട്ടായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി മനോഹരമായിട്ടുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് 3-4 കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ എടുക്കുള്ളൂ. അതുപോലെ ഇതിപ്പോ ഇതായിട്ടില്ല, വെള്ളം പോകില്ല. ആ വഴി ആനയുണ്ട്, അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അതിനൊക്കെ വണ്ടു കറക്റ്റ് നമ്മുടെ വണ്ടി വരാനുള്ള വീതിയുള്ളത് അല്ലേ? ശരിയാണ്. വലിയ വണ്ടി വന്നിട്ട് വലിയ വണ്ടി വന്നാൽ വേറെ അടുത്തുണ്ട്. അത് പൊട്ടിച്ചിട്ട് കയ്യിലൊക്കെ ഒഴിച്ചാലും മതി. തൽക്കാലത്തേക്ക് ഇതിലേക്ക് ഒഴിക്കണം.
പേടിക്കണ്ടോ, 4000 കണ്ടിച്ചിട്ടാണ് മുളക് അത്ര തോന്നണത്. അതൊന്നും വിഷയമില്ല, എരിവിന്റെ ഞങ്ങള് ചോറുമ്പോ ഇതിന്റെ കൂടെ ഒരു മറ്റേ കാന്താരിയും മറ്റേ വിനായകരിലിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എടുത്ത് വെച്ചിട്ട് അടിക്കുന്നത്. ഊണ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അനിലേട്ടൻ വന്നത്. അപ്പോൾ അനിലേട്ടൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ദിവസം രാത്രി ആന വന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോവാണ്. ഈ വീടിന് ചുറ്റും കമ്പിവേലി, വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ഇത് ഈ കോമ്പൗണ്ടിലോട്ട് കുറവായിട്ടാണ് വരുള്ളൂ, പക്ഷേ ഇടയ്ക്കൊക്കെ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതല്ലേ കയറിക്കും അല്ലേ? ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുമായിരിക്കുമല്ലോ. അതല്ലേ? റൈഡിന് പോകാനുള്ള ജീപ്പ് എത്താനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീടും പരിസരത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാമേട്ടൻ ഇപ്പോൾ ജീപ്പുമായി എത്തും.